എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം കളക്ട്രേറ്റ് വളപ്പിൽ സ്ഫോടനം. നിർത്തിയിട്ട കാറിൽ സ്ഫോടനം നടത്തിയത് അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ച്. പിന്നിൽ ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയെന്ന് പോലീസ്. കണ്ടെടുത്ത ബോക്സിൽ ദാദ്രി സംഭവം പരാമർശിക്കുന്ന ലഘുലേഖകളും. കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടുമെന്ന് DGP. സിവിലിയൻ മേഖല ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ വൻ ഷെല്ലാക്രമണം. മരിച്ച ഗ്രാമവാസികളുടെ എണ്ണം 7ആയി. രജൌറി, സാംബ മേഖലകളിൽ വൻ വെടിവയ്പ്. ഭോപ്പാൽ ഏറ്റുമുട്ടലിൽ അന്വേഷണം വേണമെന്ന ആവശ്യം മധ്യപ്രദേശ് സർക്കാർ തള്ളി. ജയിൽ സുരക്ഷ വീഴ്ചയിൽ മാത്രം അന്വേഷണം. രൂപീകരണത്തിന്റെ 60ാം വാർഷികം ആഘോഷിച്ച് കേരളം. വിവാദമൊഴിയാതെ സർക്കാരിന്റെ പരിപാടി. മുൻ മുഖ്യമന്ത്രിമാരെ വിളിച്ചില്ല. ഗവർണറെ ഒഴിവാക്കിയത് പ്രോട്ടോകോൾ പ്രശ്നം മൂലമെന്ന് മുഖ്യമന്ത്രി. സംഘാടനത്തെ പഴിച്ചു പ്രതിപക്ഷം. ഭരണപരിഷ്കരണ കമ്മീഷൻ പ്രവർത്തനത്തിന് ഓഫീസില്ലാതെ VS അച്യുതാനന്ദൻ. MLA ഹോസ്റ്റലിലെ മുറി ഉടൻ ഒഴിയണമെന്ന് സ്പീക്കർ. കമ്മീഷന് വേറെ ഓഫീസുണ്ടെന്ന് വിശദീകരണം. IMGയിലെ ഓഫീസ് VS ഏറ്റെടുത്തുമില്ല. കൊച്ചി ഗുണ്ടാ കേസിൽപ്പെട്ട് കോൺഗ്രസ് നേതാവും. വയൽ നികത്തൽ തർക്കത്തിലെ ഗുണ്ടാ പ്രവർത്തനത്തിന് മരട് നഗരസഭാ വൈസ് ചെയർമാനെതിരെ കേസ്. ഉടൻ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കമ്മിറ്റിക്ക് VM സുധീരന്റെ നിർദ്ദേശം. മലപ്പുറത്ത് കോടതി വളപ്പിൽ നിർത്തിയിട്ട കാറിൽ സ്ഫോടനം. കൊല്ലം കളക്ട്രേറ്റിൽ നടന്ന സ്ഫോടനത്തിന് സമാനമാണ് മലപ്പുറത്തും ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് പിന്നിൽ ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയാണെന്ന് SP സ്ഥിരീകരിച്ചു. ഉച്ചയ്ക്ക് 12:40ഓടെയാണ് മലപ്പുറം കോടതി വളപ്പിൽ വെച്ച ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ രജിയുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് വലിയ ശബ്ദത്തോടെ സ്ഫോടനം നടന്നത്. വാഹനത്തിന്റെ ഗ്യാസ് ചോർന്നുണ്ടായ പൊട്ടിത്തെറിയാണെന്ന് ആദ്യം കരുതിയെങ്കിലും വാഹനത്തിനടിയിൽ നിന്ന് ബേസ് മൂവ്മെന്റ് എന്നെഴുതിയ ബോക്സ് ലഭിച്ചതോടെയാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചത്. ബോക്സിൽ നിന്ന് ലഘുലേഖയും പെൻഡ്രൈവും അൽഖ്വയ്ദ നേതാവ് ബിൻലാദന്റെ ചിത്രവും പോലീസിന് ലഭിച്ചു. ദാദ്രി സംഭവത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് അഖ്ലാഖിനെ കുറിച്ചാണ് ലഘുലേഖയിൽ പരാമർശിച്ചിരുന്നത്. അഖ്ലാഖിന്റെ കൊലപാതകം കോടതികൾക്കും ജനാധിപത്യത്തിനും നാണക്കേടുണ്ടാക്കിയെന്നും നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടുവെന്നുമാണ് ലഘുലേഖയിൽ ഉള്ളത്. പ്രഷർ കുക്കർ ഉപയോഗിച്ചാണ് സംഘം സ്ഫോടനം നടത്തിയത്. ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ബോക്സില് നമ്മൾ അതൊരു ബേസ് മൂവ്മെന്റ് പറഞ്ഞിട്ട് ഒരു സാധനത്തിൽ പേര് എഴുതിയിട്ടുണ്ട് മേളിൽ. അത് പൊട്ടിച്ചിട്ട് നമ്മൾ ഫോറൻസിക് അവിടെ ഫിംഗർ പ്രിന്റ് മറ്റൊക്കെ നോക്കിയിട്ട് മാത്രമേ തുറക്കുള്ളൂ. ബട്ട് അവിടെ മേളിൽ ബേസ് മൂവ്മെന്റ് പറഞ്ഞിട്ട് സംഗതി എഴുതിയിട്ടുണ്ട്. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പഴുതടച്ച പരിശോധന നടത്തി. മുൻപ് ജില്ലാ കളക്ട്രേറ്റുകൾ കേന്ദ്രീകരിച്ച സ്ഫോടനം നടത്തിയ അതേ സംഘം തന്നെയാണ് മലപ്പുറം സ്ഫോടനത്തിനും പിന്നിലെന്നാണ് പോലീസ് നിഗമനം. നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ, മലപ്പുറം. ചർച്ചയിൽ ശ്രീ PK കൃഷ്ണദാസ് BJP, ശ്രീ മുഹമ്മദ് റിയാസ് CPIM, ശ്രീ P ഉബൈദുള്ള മുസ്ലിം ലീഗ്, ഒപ്പം ജോർജ് ജോസഫ് മുൻ പോലീസ് സൂപ്രണ്ട്, ഗോപി നറുകര ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷി എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഗോപി, എന്താണ് അവിടെ സംഭവിച്ചത്? വാഹനത്തിന് അകത്തു നിന്നാണോ പുറത്തു നിന്നാണോ ബോംബ് പൊട്ടിയത്? വാഹനത്തിന്റെ അരികിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് കോടതി വരാന്തയിൽ നിൽക്കുക ഞാൻ. പെട്ടെന്ന് വലിയ രീതിയിലൊരു ശബ്ദം. ആ സമയത്ത് കോടതിയുടെ ഒരു കിടിലം പോലെ ശബ്ദം ഉണ്ടാവുകയും ആ സമയത്ത് കോടതി വരാന്തയിലും അതിന്റെ മുകളിൽ നിന്ന് എല്ലാവരും താഴെ ഇറങ്ങി താഴത്ത് പോകുമ്പോൾ വലിയൊരു പുകയും കൂടെ ഒരു വാസന ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ വെടിമരുന്നിന്റെ വാസന. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് വലിയ ഒരു ഭൂകമ്പത്തിന്റെ ചെറിയ ഒരു ഇളക്കം മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് നിഷ്ക്രിയമാണ് നമ്മുടെ നാട്ടില്. പോലീസ് എന്ന സംവിധാനം ഞാൻ നിൽക്കുന്ന കോടതിയുടെ വരാന്തയിലോ അല്ലെങ്കിൽ അവിടെയോ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. എന്താണ് സംഭവിച്ചത് എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. തുടരുക ശ്രീ ഗോപി. ശ്രീ മുഹമ്മദ് റിയാസ്, 3 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് സംസ്ഥാനത്ത് കോടതി പരിസരത്ത് സ്ഫോടനമുണ്ടാകുന്നത്. ഇത് ലോ ഇന്റൻസിറ്റി ബ്ലാസ്റ്റാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ കൂടുതൽ വീര്യമേറിയ സ്ഫോടക വസ്തുക്കൾ അവിടെ ഇതാരാണോ ബോംബ് വെച്ചത് അവർ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ വലിയ ആൾനാശം ഉണ്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ വീര്യം കുറഞ്ഞ സ്ഫോടക വസ്തു അവർ ഉപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് കൊല്ലത്തായാലും മലപ്പുറത്തായാലും ആരും കൊല്ലപ്പെടുകയോ കാര്യമായ ആർക്കും പരിക്കേൽക്കാതിരിക്കുകയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരേ മോഡസ് ഓപ്പറാൻഡിയുള്ള 2 സംഭവങ്ങൾ അടുത്തടുത്ത മാസങ്ങളിൽ ആവർത്തിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ ഇക്കാര്യത്തിൽ അത്ര വലിയ ജാഗ്രത പുലർത്തുന്നില്ല എന്നല്ലേ?
ഒന്ന് അഭിലാഷ് പറഞ്ഞ ഒരു കാര്യത്തോടെ ഞാൻ യോജിക്കുന്നു. ഇത് വെൽ പ്ലാൻഡ് ആണ്. വെൽ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിന് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തിൽ അങ്ങനെ പറഞ്ഞ് ആധികാരികമായി പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻക്വയറി അതിനനുസരിച്ച് നടക്കട്ടെ. പക്ഷേ ഇതിലെ പ്ലാനിങ്ങിനെ കുറിച്ച് പറയണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് നേരത്തെ പോകാനുള്ളത് കൊണ്ട് 1-2 കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, കൊല്ലത്ത് ജൂലൈ 15-നാണ് സ്ഫോടനം നടന്നത്. എനിക്ക് ഓർമ്മ ഡേറ്റ് ശരിയാണെങ്കിൽ ജൂലൈ 15-ആണ്. അതെ, ഇതൊരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിലുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക. ആ മെസ്സേജ് സ്പ്രെഡിങ് ആണ് ഇതിനകത്ത് വളരെ ഗൗരവമായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദാദ്രിയിലെ അഖ്ലാഖ് ഇഷ്യൂവിന്റെ ഒരു പേപ്പർ കിട്ടി. സ്റ്റാർ 33 എന്ന് പറയുന്ന ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട്, അഖ്ലാഖിന്റെ ഘാതകരെ ഒന്നും വെറുതെ വിടില്ല. അതോടൊപ്പം ബേസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇത് കിട്ടി. ഞാൻ മനസ്സിലാക്കുന്നു കൊല്ലത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത്. 2 സാധ്യതകളാണുള്ളത്. എന്തായാലും കമ്മ്യൂണലാണ് ഇത് വിഷയം, ഒരു സംശയമില്ല. ഇറ്റ്സ് എ കമ്മ്യൂണൽ മാറ്റർ, വർഗീയതയാണ്. ഒന്ന്, അഖ്ലാഖ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ട അരക്ഷിതാവസ്ഥ. ആ അരക്ഷിതാവസ്ഥയെ മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പായിരിക്കാം ഒന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ. ഒരു സാധ്യത അതിനാണ്. 2, ഇതിന്റെ പൊളിറ്റിക്കലി ഗുണഭോക്താക്കൾ ആര്? രാഷ്ട്രീയമായി ഇതിന്റെ ഗുണഭോക്താക്കൾ, ഒരു സംശയം വേണ്ട, ഇത് മുസ്ലിം സമുദായത്തിന് ഗുണമല്ല, ഇത്തരം എക്സ്ട്രീം പ്രവർത്തനങ്ങൾക്ക് ഗുണമല്ല. ഇതിന്റെ ഗുണം കിട്ടുന്നത് ഇസ്ലാം സമം ഭീകരത എന്ന് പ്രചരിപ്പിക്കുന്ന, രാജ്യമാകെ പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനാണ്. അപ്പൊ ഇതിന്റെ ഗുണഭോക്താക്കൾ സംഘപരിവാർ രാഷ്ട്രീയമാണ്. അപ്പൊ രണ്ടാമത്തെ സാധ്യത മാലേഗാവ് സ്ഫോടനം പോലെ ഒരു ബോധപൂർവം ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? ഈ 2 അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്തുന്ന സമയത്ത് വളരെ ഗൗരവമാണ്. ഞാൻ പറയാം, കൊല്ലത്ത് സ്ഫോടനം നടന്നിട്ട് താങ്കൾ തന്നെ തീയതി സൂചിപ്പിച്ചുവല്ലോ. എത്ര മാസമായി ഇതുവരെ ആരാണ് അതിന്റെ പിന്നിലെന്നോ, അക്കാര്യത്തിൽ ബോംബ് സ്ഫോടനത്തിന് ഇടയാക്കിയത്, അതിന് ഉത്തരവാദികൾ ആരാണെന്നോ സംബന്ധിച്ച ഒരു തുമ്പും കിട്ടിയിട്ടില്ല. നോക്കൂ, ഇത് കേരളത്തിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ ആകെയുണ്ട്. ഇത് ചിറ്റൂരിൽ നിന്നാണ്, ആന്ധ്രാപ്രദേശിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെയും സമാനമായ രീതിയിലുള്ള മെസ്സേജ് ഇതേ സംഘടനയുടെ പേരിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം കൊല്ലം, മൈസൂർ, ഇപ്പോൾ മലപ്പുറം. ഈ കേസുകളിൽ ഉൾപ്പെട്ട ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായിട്ടില്ല. ഒരു തുമ്പുമില്ല. ഈ നിലയ്ക്കാണ് അന്വേഷണം, ഈ നിലയ്ക്കാണ് ജാഗ്രത. അഭിലാഷ പറഞ്ഞ കറക്റ്റാണ്. ഇത് ഗൗരവമേറിയ വിഷയമാണ്, പിടിക്കണം. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങൾ അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്ത് പിടിച്ച ചരിത്രവും എളുപ്പമല്ലാതെ. ഇപ്പൊ ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2002 സെപ്റ്റംബർ മാസം 29-നാണ് മാലേഗാവ് ടൗൺ, മഹാരാഷ്ട്രയിലെ മാലേഗാവ് ടൗണിലെ സ്ഫോടനം നടന്നത്. അത് മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് വ്യാപകമായി പ്രചരണമായിരുന്നു. അതിന്റെ ഭാഗമായി അക്രമങ്ങൾ, വർഗീയ കലാപങ്ങൾ, കുറെ മുസ്ലിം പേരുള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ടു. 2002 സെപ്റ്റംബർ 29-ന് സംഭവം. പിടിക്കപ്പെടുന്നത് 2008-നാണ്. ഹിന്ദു ടെററിസ്റ്റ് ഗ്രൂപ്പാണെന്ന് അറിയുന്നത് 6 വർഷം കഴിഞ്ഞിട്ടാണ്. 6 വർഷം കഴിയുന്നത് വരെ ഇത് ചെയ്തത്, മാലേഗാവിൽ ചെയ്തത് മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് അതായിരുന്നു സംഘപരിവാറിന്റെ ക്യാമ്പയിൻ, അതായിരുന്നു രാജ്യമാകെ പ്രചരിപ്പിച്ചത്. മറ്റൊരു ഉദാഹരണം ഞാൻ ഒറ്റൊന്ന് പറയാം. സംജോത എക്സ്പ്രസ് 2007 ഫെബ്രുവരി മാസമാണ്. 68 പേർ കൊല്ലപ്പെട്ടു. സംജോത എക്സ്പ്രസ് സ്ഫോടനം. പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് എന്ന ആർമി ഉദ്യോഗസ്ഥൻ അഭിനവ് ഭാരത് സംഘത്തിന്റെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷനാണെന്ന് 2007 ഫെബ്രുവരി മാസം നടന്ന ഈ സ്ഫോടനത്തിന്റെ യാഥാർത്ഥ്യം പുറത്തുവരാൻ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഉദാഹരണം പറയുന്നത്, ഇത് ഇത്തരം അന്വേഷണങ്ങൾ നീണ്ടുപോകുന്നത് ഗുണകരമല്ല. അത് കേരളത്തിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, ഇന്ത്യയിൽ ശരി ആയിക്കോട്ടെ, അതാണ് താങ്കളുടെ നിലപാട്. പക്ഷേ മാലേഗാവ്, മക്ക മസ്ജിദ്, സംജോത സ്ഫോടനങ്ങളുമായി ഇതിനെ ബന്ധിപ്പിക്കാനുള്ള യാതൊരു വസ്തുതയും നമ്മുടെ കയ്യിലില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് അടുത്ത അതിഥിയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ PK കൃഷ്ണദാസ്, ന്യായമായും നമ്മൾ പേടിക്കണം. കാരണം ആദ്യം കൊല്ലത്ത്, ഇപ്പോൾ ഇതാ മലപ്പുറത്ത്. ആരും മരിച്ചിട്ടില്ല. അത് ഭാഗ്യം കൊണ്ടല്ല. ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇത്ര മതി, ഞങ്ങളെ കൊണ്ട് ഇത് പറ്റും എന്ന് പ്രൂവ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ ഘട്ടത്തിലുള്ള ലക്ഷ്യം. നാളെ അടുത്ത ഘട്ടത്തിലുള്ള ലക്ഷ്യം ആളെ കൊല്ലുക തന്നെ ആകാം. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യവുമായി അവർ വന്നാൽ ആളുകൾ മരിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന അവസ്ഥയിലെത്തിയോ നമ്മൾ? തീർച്ചയായും ഈ സ്ഫോടനത്തെ സംബന്ധിച്ച് ആർക്കും സംശയത്തിന് അവകാശമില്ല. ഈ സംഭവം ആകസ്മികമല്ല. ഈ സംഭവം 100% ആസൂത്രിതമാണ്. ഭീകര സംഘടനകളാണ് ഈ സ്ഫോടനത്തിന് പിന്നിലുള്ളത് എന്ന് നമ്മുടെ ഇന്ന് ലഭിച്ചിട്ടുള്ള അറിവുകൾ, അതേപോലെ കൊല്ലത്തും
നേരത്തെ ചിറ്റൂരിലും നേരത്തെ മൈസൂരിലും നടന്ന സ്ഫോടന സംഭവങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നു. ഈ സ്ഫോടന സംഭവങ്ങൾക്കെല്ലാം ഏറെ സമാനതയുണ്ട്. ഇന്ന് മലപ്പുറം SP സൂചിപ്പിച്ചതുപോലെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച രാസപദാർത്ഥങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് ഇതിനെല്ലാം പിന്നിൽ ഒരു ഭീകര സംഘടനയാണ് ഉള്ളത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, ഉടനടി ഞാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അടിയന്തരമായിട്ടും NIA ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം ഈ കേസ് അട്ടിമറിക്കാൻ പോകുന്നു എന്നുള്ളതിന് തെളിവാണ് CPM നേതാവ് മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന. ഇത് ഈ തീവ്രവാദികളെ, ഭീകരവാദികളെ വെള്ളപൂശുന്ന രീതിയിൽ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടി അരങ്ങത്തും അണിയറയിലും ആസൂത്രിതമായ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മുഹമ്മദ് റിയാസിന്റെ ഈ പ്രസ്താവന മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാഷ്ട്രത്തെ തീവ്രവാദികള്, ഭീകരവാദികള് ഇവരെ എന്നും സഹായിച്ചതും അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതും അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രവിരുദ്ധ സമീപനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന. ഞാൻ മുഹമ്മദ് റിയാസിനെ വ്യക്തിപരമായി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം മുതൽ ഇങ്ങോട്ട് ദേശവിരുദ്ധ സമീപനമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. അത് ഇന്നും മാർക്സിസ്റ്റ് പാർട്ടി തുടരുന്നു. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം തകർക്കാൻ ശ്രമിക്കുന്നവരെ മാർക്സിസ്റ്റ് പാർട്ടി സംരക്ഷിക്കുന്നു. അതാണ് ആരോപണം. നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കാത്തതുപോലെ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളോടും യോജിക്കുന്നില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയമായ വിഴുപ്പലക്കലുകൾക്ക് അപ്പുറത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ ഏതുവരെ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. BJPക്കും CPM-നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമായിരിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷയാണ് വേണ്ടത്. ശ്രീ ജോർജ് ജോസഫ്, എന്തുകൊണ്ടാണ് 4 സ്ഫോടനങ്ങൾ ഒരേ മോഡസ് ഓപ്പറാൻഡി, ഒരേ തരത്തിലുള്ള എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചിരിക്കുന്നു, ഒരേ തരത്തിലുള്ള സന്ദേശങ്ങൾ ആ 4 ഇടങ്ങളിൽ നിന്നും പോയിരിക്കുന്നു, പക്ഷേ ഒരാളെയും ഒരിടത്തും അറസ്റ്റ് ചെയ്യുന്നില്ല? ബേസ് മൂവ്മെന്റ് ആണ് എന്ന് പോലീസിനറിയാം. എന്താണ് ഈ സംഭവം? ആരാണ് ഇതിന് പിന്നിൽ? ഒരു ഐഡിയയുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇപ്പം എല്ലാവർക്കും അറിയാം, കൊല്ലം, ചിറ്റൂർ, മൈസൂർ, ആന്ധ്രാപ്രദേശ് ഇവിടങ്ങളിലെല്ലാം നമുക്ക് ഒരേ രീതിയിലുള്ള എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടത് ഒരേ ടൈപ്പ് ബാറ്ററിയാണ്. അപ്പോൾ ഇത് കൊല്ലത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അല്ലുമ്മ എന്ന് പറയുന്നതാണ് ബേസ് മൂവ്മെൻറ്റ്. ബേസ് മൂവ്മെൻ്റ് എന്ന് ഇപ്പോൾ നമ്മൾ മലപ്പുറത്ത് കണ്ടു. അത് അല്ലുമ്മയുടെ നിരോധിച്ച സംഘടനയിലെ സിമിയുടെയോ അല്ലുമ്മയുടെയോ ഇപ്പോഴത്തെ പേര് ബേസ് മൂവ്മെൻ്റ് എന്നാണ്. അതാണ് അവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഈ സംഭവം ഭോപ്പാലിൽ നടന്ന ഇപ്പോഴത്തെ ആ എൻകൗണ്ടറിൽ 8 പേരെ കൊന്നൊടുക്കിയ ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കണം. പക്ഷേ UP-യിലെ ഒരു മക്കളെ എന്തോ ഒരാളുടെ പേരിൽ കൊന്നതിനാണ് ഈ പകരം ചോദിച്ചത് അല്ലെങ്കിൽ എന്നാണ് പറയുന്നതെങ്കിലും എനിക്കത് വിശ്വാസമില്ല. ഇതിൻ്റെ അർത്ഥം സിമി കേരളത്തിൽ ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അത് അല്ലുമ്മ എന്നുള്ള പേര് വന്നു, പിന്നെ ബേസ് മൂവ്മെൻ്റ് എന്നായി. അപ്പോൾ തീർച്ചയായിട്ടും സിമിയുടെ ആ റൂട്ട് കണ്ടെത്തണം. ഇത് ഗവൺമെൻറ് വെഹിക്കിളിലും കളക്ടറേറ്റിലുമാണ് കൂടുതലും ഈ സ്ഫോടനം നടന്നിരിക്കുന്നതല്ല, അല്ലാതെ പ്രൈവറ്റ് ആൾക്കാരുടെ ആരല്ല. ഇത് ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് മിഷനോടുള്ളൊരു എതിർപ്പ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇത് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. പോലീസ് ആ കാര്യത്തിൽ, കേരള പോലീസ് NIA വന്നിട്ട് വലിയ മെച്ചമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള പോലീസ് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ട്. ഇത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് വലിയൊരു എക്സ്പ്ലോഷനിലോട്ട് തീർച്ചയായിട്ടും പോകും. അതിന്റെ പ്രാരംഭമാണ് ഇത്. ഇവരെ തൊടാൻ കൂടി നമുക്ക് ഇന്ന് വരെ പറ്റിയിട്ടില്ല. അപ്പം കേരളത്തിൽ ഇത് ശക്തമായി നമുക്കിപ്പോൾ അറിയാം. ഇപ്പം ഭോപ്പാലില് തടവ് ചാടിപ്പോയാൽ ഒരാള് വാഗമണ്ണിലെ അവിടുത്തെ ക്യാമ്പിലുണ്ടായിരുന്ന ഒരാളാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പോൾ അവർക്ക് ഇവിടെ റൂട്ടുണ്ട്. ആ റൂട്ട് നമുക്ക് ഇതുവരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേരള പോലീസിന്. അതുകൊണ്ട് കേരള പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർ ഇതൊരു തീക്കളിയാണെന്ന് തന്നെ പറയണം. ആരായാലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ നമുക്ക്. അത് NIAക്ക് ഈ പറയുന്ന രീതിയിൽ ഇത് പ്രൂവ് ചെയ്യാൻ അവർ ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് അവർ നോക്കുമ്പോൾ ശരി, തീർച്ചയായും താങ്കളുടെ അഭിപ്രായം ശരിയാണ്. ഇതിപ്പോൾ കേരള പോലീസിന്റെ മാത്രം കയ്യിൽ നിൽക്കുന്ന കാര്യവുമല്ല. ശ്രീ മുഹമ്മദ് റിയാസ്, മലേഗാവ് മാതൃകയിൽ ഇത് ഹിന്ദുത്വ ഭീകരവാദികളാകാം എന്ന താങ്കളുടെ നിഗമനത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം അതിന് വസ്തുതാപരമായ യാതൊരു തെളിവുമില്ല. അതേമാതിരി തന്നെ താങ്കൾ സംസാരിക്കുന്നത് ഇപ്പോൾ തന്നെ CPIM ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ ഷീൽഡ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്ന് ശ്രീ PK കൃഷ്ണദാസ് പറഞ്ഞതിനെയും ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം അതിനും വസ്തുതാപരമായ യാതൊരു പിൻബലവുമില്ല. അതുകൊണ്ട് വസ്തുതാപരമെന്ന് എനിക്കും ഇത് ഒരുപക്ഷെ കാണുന്ന ആളുകൾക്കും ബോധ്യപ്പെടാത്ത കാര്യത്തിൽ നമ്മൾ തർക്കിക്കുന്നതിൽ അർത്ഥമില്ല.
ഇവിടെ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട്. സാധാരണ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ക്രൂഡായിട്ടുള്ള ഏതെങ്കിലും സ്ഫോടക വസ്തു അല്ല ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്ഫോടനം കൊണ്ടുള്ള ആഘാതം ചെറുതായിരിക്കാം, തീവ്രത കുറഞ്ഞ സ്ഫോടനമായിരിക്കാം ഉണ്ടായത്. പക്ഷേ ഇതിന് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആധുനികമായ സ്ഫോടക വസ്തുക്കൾ തന്നെയാണ്. അതായത് നാട്ടിലുള്ള ഏതാനും ചെറുപ്പക്കാർക്ക് ഒരു സന്ദേശം കൊടുത്തു കളയാം എന്ന് തോന്നിയാൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബോംബല്ല കൊല്ലത്തും മലപ്പുറത്തും വെച്ചത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട തീവ്രവാദ ശൃംഖല ഇതിന് പിന്നിലുണ്ട് എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്കാണല്ലോ വിരൽ ചൂണ്ടുന്നത്. ആ ഗൗരവം ഇതേവരെ സംസ്ഥാന സർക്കാർ ഇതിന് കൊടുത്തിട്ടുണ്ടോ? ഒന്ന് അഭിലാഷേ, ഞാൻ പറഞ്ഞതായിരിക്കണം ഞാൻ വ്യാഖ്യാനിച്ചതെന്ന് പറയേണ്ടത്. നിങ്ങളായാലും ശരി, ശ്രീ കൃഷ്ണദാസ് ആയാലും ശരി. ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ഞാൻ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളുടെ ഭാഗം ചേരുന്ന പൊളിറ്റിക്കൽ ലൈൻ എടുക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണം. 2 സാധ്യതകളുണ്ട്, അന്വേഷിക്കട്ടെ. ഒരു സാധ്യത മുസ്ലിം മതത്തിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന എക്സ്ട്രീം പ്രവർത്തനം. ഇതാ ഞാൻ പറഞ്ഞത്. ഇത് പറയുമ്പോ രണ്ടാമത്തെ സാധ്യത പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു. അത് പറയുമ്പോൾ ഇതിനെ ന്യായീകരിക്കുകയാണെന്ന് പറഞ്ഞ് പോയാലൊന്നും വസ്തുത രണ്ടും പറയാതെ പോകുന്ന ആളല്ല ഞാനും എന്റെ പ്രസ്ഥാനവും. ഇതേ മലപ്പുറത്ത്, ഇതേ കലക്ടറേറ്റിൽ, ഇതേ റിപ്പോർട്ടർ ചാനലിന്റെ പരിപാടിയിൽ ഈ കലക്ടറേറ്റിന്റെ തൊട്ടു മുമ്പ് അഭിലാഷെ കുറച്ചു കാലം മുമ്പ് മുസ്ലിം ടെററിസത്തെ കുറിച്ച് ശക്തമായ നിലപാട് ഒരു പബ്ലിക് പ്രോഗ്രാമിൽ പറഞ്ഞത് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വന്ന പ്രസ്ഥാനങ്ങൾ ആണ് മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവരെ ന്യായീകരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ വാദത്തിന് പുറകോട്ട് പോകാൻ നോക്കേണ്ടതില്ല. അവരാണെങ്കിൽ അവരെ ശക്തമായ നിലപാടെടുക്കണം. ന്യായീകരിക്കാൻ പറ്റില്ല. ശക്തമായ നിലപാടെടുക്കണം. അത് രാജ്യവിരുദ്ധ പ്രവർത്തനം മാത്രമല്ല, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം കൂടിയാണെന്നുള്ള അഭിപ്രായത്തിൽ ഈ ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമുണ്ട്. അതോടൊപ്പം ഇങ്ങനെ മുമ്പ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലേ? അജ്മീർ ദർഗ അറ്റാക്ക് ഒക്ടോബർ 11, 2007, മെക്ക മസ്ജിദ് മെയ് 18, 2007, ഇതൊക്കെ ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇവര് രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശ. ഈ മുസ്ലിം മതത്തിന്റെ പേരിലും ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ പേരിലും ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർ ഒരു നാണയത്തിന് ഇരുവശ. അതിന് ബി.ജെ.പിക്കോ സംഘപരിവാറിനോ RSSനോ ദേശീയതയുടെ സർട്ടിഫിക്കറ്റ് നൽകാനും തീവ്രവാദത്തിനെതിരെ മാത്രം പറയാനുള്ള പാറ്റന്റ് ആരും നൽകിയിട്ടില്ല. ഇല്ല, അതാ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താണ്? എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണ സംവിധാനത്തിന് മുന്നോട്ട് പോയി കൊല്ലം അല്ല ആയിക്കൊള്ളട്ടെ, കൊല്ലത്തെ കളക്ടറേറ്റിൽ സമാനമായ തരത്തിൽ സ്ഫോടനമുണ്ടായി. അന്ന് അവിടെ അന്വേഷണം കേൾക്കാം. അതില് അഭിലാഷ് പിൻവലിക്കണം. ശ്രീ കൃഷ്ണദാസിന് പിൻവലിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ മുസ്ലിം തീവ്രവാദ സംഘടനകളെ സംരക്ഷിക്കുകയും BJP ആണെന്ന് പറയുകയും ചെയ്തു എന്ന രീതിയിൽ പറഞ്ഞു. ഇത് രണ്ടും ഒരു ഹൈന്ദവ സംഘടനകൾ അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദ സംഘടനകൾ ആരോപിതമായ വിഷയം കൂടി ഇതിനോട് ചേർത്ത് പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇതും അങ്ങനെയാകാമെന്ന സംശയം ഉന്നയിച്ചതിന് ഏതെങ്കിലും തരത്തിൽ വസ്തുതകളുടെ പിൻബലമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സമാനമായ വിധത്തിൽ ഇത് ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ എന്ന് പറയാനും യാതൊരു വസ്തുതയുമില്ല. എഴുതിയ ഒരു കടലാസ് മാത്രമാണുള്ളത്. ആ കടലാസ് ആർക്കും എഴുതാം എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് താങ്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഖണ്ഡിതമായ പ്രസ്താവന നടത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സംശയങ്ങൾ പ്രകടിപ്പിക്കാൻ ആധാരമായ വസ്തുതകൾ നമ്മുടെ കൈവശമില്ല എന്ന് ഞാൻ പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അക്കാര്യം താങ്കൾക്ക് ബോധ്യമായി എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പൊതുസ്ഥലങ്ങളുണ്ടല്ലോ, ഇവർ കോടതികളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ആദ്യം കൊല്ലം ജില്ലാ ആസ്ഥാനത്ത്, ഇപ്പോൾ ഇതാ മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത്. കൊല്ലത്ത് അന്ന് ആ സംഭവം ഉണ്ടായ ദിവസം പോലീസ് അന്വേഷിച്ച ശേഷം പറഞ്ഞതാണ് ആ കളക്ടറേറ്റിലുള്ള CCTV ക്യാമറകളിലൊന്നും റെക്കോർഡിംഗ് മോഡിലായിരുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് റെക്കോർഡിംഗ് മോഡിലല്ലാത്തത്? ഇതുപോലെ ഒരു പൊതുസ്ഥലത്ത് വെറുതെ സർവൈലൻസ് എന്നുള്ള പർപ്പസ് മാത്രമല്ലല്ലോ. അപ്പോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതിന് തുമ്പുണ്ടായേനെ. ഈ തരത്തിൽ ലാഘവത്വത്തോടെയാണ് ഈ വിഷയം ആകെ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ആശങ്ക. അല്ല, അത് അഭിലാഷ് പറഞ്ഞത് പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അതായത് ഇതിനെ ഇപ്പൊ പറഞ്ഞ കൊല്ലം കോടതി വളപ്പിൽ ക്യാമറ വർക്ക് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ മലപ്പുറത്ത് ഉൾപ്പെടെയുള്ള ഇങ്ങനെ വിഷയങ്ങൾ, അത് അതിൻ്റെതായ ഗൗരവത്തിൽ പരിശോധിക്കണം. പക്ഷെ അതിൻ്റെതായ ഗൗരവത്തിൽ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു സാഹചര്യം
നമ്മുടെ രാജ്യത്ത് എങ്ങനെ വരുന്നു ഇത് പരിശോധിക്കപ്പെടണ്ടേ? ഇപ്പൊ എന്തെങ്കിലും എഴുതി വെച്ചത് കൊണ്ട് മാത്രം നമ്മൾ വ്യാഖ്യാനിച്ചു പോകാൻ പറ്റില്ല. ഇപ്പൊ പട്ടണപ്രവേശ സിനിമയിൽ മോഹൻലാൽ ശ്രീനിവാസന് ദാസനും വിജയാര, അപ്പൊ ശ്രീനിവാസൻ പറയുന്നുണ്ട് പെട്ടെന്ന് പിടിക്കാൻ, എന്താ അപ്പൊ ഒരു ചെരുപ്പ് ഇവിടെ കിട്ടിയല്ലോ, ഇനി ഒരു ചെരുപ്പിട്ട് നടക്കുന്ന ആളെ പിടിക്കാലോ എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണിത്. കടലാസിൽ എഴുതി വെച്ചുകൊണ്ട് മാത്രമൊന്നും പിടിക്കാൻ പറ്റില്ല. രാജ്യത്ത് മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്, സത്യമാണ്. അവരുടെ പ്രവർത്തനം അപകടകരമാണ്. ഇവർക്ക് വിദേശ ഫണ്ട് വരുന്നുണ്ട്. ഇതേപോലെ ഹിന്ദുത്വ എക്സ്ട്രീം ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ പ്രവർത്തനം അപകടകരമാണ്. ഇവർക്ക് വിദേശ ഫണ്ട് വരുന്നുണ്ട്. ഈ രണ്ട് വിദേശ ഫണ്ടും വരുന്നത് ചിലപ്പോൾ ഒരേ അക്കൗണ്ടിൽ നിന്നായിരിക്കും. എന്താ പ്രശ്നം? ജനങ്ങളെ ഭിന്നിപ്പിക്കുക, യഥാർത്ഥ അജണ്ടകളൊന്നും വഴിമാറ്റുക, ഇതാണ് തന്ത്രം. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഇത്തരം ഗ്രൂപ്പുകളെ മുഴുവൻ ബാൻ ചെയ്തു പോകണം. ബാൻ ചെയ്തുകൊണ്ട് മാത്രം തീരില്ല. ഭരണത്തിന്റെ ആനുകൂല്യം വെച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ പരിശോധിക്കപ്പെടണം. ഇതൊന്നും പരിശോധിക്കപ്പെടാതെ ഒരു കോടതി വളപ്പിൽ ഒരു ക്യാമറ ഓൺ ആയതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ലത്. ഇത് രാജ്യത്തെ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട്. ഇത് അപകടകരമാണ്. നമ്പർ 1 സംഘപരിവാർ. ശരി, തുടരുക. ശ്രീ ഗോപി നറുകര, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു താങ്കൾ അവിടെ കോടതി വരാന്തയിൽ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന്. എത്രമാത്രം സുരക്ഷയുണ്ട് അവിടെ? ഒരാൾ അവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാക്കി കുറച്ച് ആളുകളെ കൊല്ലാം എന്ന് കരുതിയാൽ ആൾക്ക് അനായാസം നടത്താൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. മലപ്പുറം നടുങ്ങിയത് ഇപ്പോഴല്ല. മലപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് NDF-ന്റെ ആസ്ഥാനത്ത് 5 കിലോമീറ്റർ ചുറ്റളവില് ബോംബ് സ്ഫോടനം നടന്നു. ആ ബോംബ് സ്ഫോടനത്തിൽ ഇപ്പോ ഒരു മൂവ്മെന്റിന്റെ പേര് പറഞ്ഞു. അങ്ങനെ പല പേരും പറയാ. അൽഖ്വയ്ദ, പോപ്പുലർ ഫ്രണ്ട്, SDPI. ഇവിടെ പ്രോബ്ലം അതല്ല. ഇവരെ സംരക്ഷിക്കുന്ന സംഘടിത രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അത് നിർത്തണം. അവർക്ക് ചിങ്കിടി പാടുന്ന പോലീസുകാർ നിർത്തണം. അങ്ങനെ ഈ നാട് നന്നാക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ കോടതി വരാന്തയിൽ നിൽക്കുമ്പോ ബോംബ് സ്ഫോടനം നടന്നു. അത് കോടതിക്കുള്ളിലാണെങ്കിൽ എത്ര പേര് മരിക്കും? ഞാൻ ചോദിക്കട്ടെ, കോടതി ഇപ്പൊ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റില് ശക്തമായ ഒരു അന്വേഷണം ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ മലപ്പുറം സ്ഫോടനം നടക്കില്ല. ഇനിയിപ്പോ ഇത് നടന്നു. 6 മാസം കഴിഞ്ഞ് മലപ്പുറമല്ല കേരളത്തിൽ വ്യാപകമായ കലാപത്തിന് സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടിത തീവ്രവാദ ശക്തികളുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ചങ്ങാതം സ്ഥാപിച്ചിട്ടുണ്ട്. എനിക്ക് പറയാൻ കഴിയും. കാരണം നിരപരാധികളെ വേട്ടയാടാനും ജയിലിലടക്കാനും ഇവിടെ നിയമമുണ്ട്. സത്യസന്ധമായിട്ട് തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം. താങ്കളുടെ പരാതി ഞാൻ ചോദിച്ചത് അവിടെ എന്താണ് സംഭവിച്ചതെന്നാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ PK കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ കൊല്ലത്തെ സംഭവം എടുക്കൂ. പോലീസ് അന്വേഷിച്ചു, കുറെയൊക്കെ മുന്നോട്ട് പോയി. അവർ പരമാവധി സംശയിക്കുന്നത് കോയമ്പത്തൂർ ആസ്ഥാനമായ മുൻപ് ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ള അൽ ഉമ്മ എന്ന സംഘടനയുടെ ഇപ്പോഴത്തെ രൂപമാണ് എന്നൊക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതിൽ എന്തെങ്കിലും അറസ്റ്റോ അല്ലെങ്കിൽ ഇന്ന ആളുകളാണ് ഇതിന് പിറകിലെന്ന് പറയാനോ സാധിച്ചില്ല. ആ അർത്ഥത്തിൽ അശക്തരാണ്. ഇത് വളരെ ഗൗരവപ്പെട്ട, വളരെ ആസൂത്രിതമായ, അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് എന്ന ബോധ്യം വരുമ്പോഴെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസി ഇക്കാര്യം അന്വേഷിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഇത് NIA അന്വേഷിക്കുക എന്ന് ഉപരിപ്ലവമായി ആവശ്യപ്പെടുന്നതിനപ്പുറത്ത് ഇങ്ങനെ ഒരു ശൃംഖലയുണ്ട്. അവർ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഗൗരവത്തിലുള്ള അന്വേഷണം വേണ്ടിവരില്ലേ? തീർച്ചയായും. ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിലൂടെ BJP ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് NIA തന്നെ ഇക്കാര്യം അന്വേഷിക്കണം. കാരണം ഈ സംഭവം ഇത് നടന്നിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭോപ്പാലിൽ നടന്ന സംഭവത്തിന്റെ പ്രതികരണമോ പ്രതികാരമോ പ്രതിഷേധമോ ആണ് ഈ സ്ഫോടനമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിലൂടെ സിമി എന്ന സംഘടന വ്യക്തമായൊരു സന്ദേശം നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും കേരളത്തിൽ സ്വാധീനമുണ്ട്, ഞങ്ങളുടെ താവളം ഇപ്പോഴും കേരളം തന്നെയാണ് എന്ന് ഒരു അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് ഈ സ്ഫോടനത്തിലൂടെ സിമി എന്ന സംഘടന നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മറ്റൊന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സ്ഫോടനം സത്യത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ്. പൊതുസമൂഹത്തിന് നൽകിയിട്ട് ശക്തമായ താക്കീത് മുന്നറിയിപ്പായത്. ഞങ്ങൾക്കിവിടെ സ്ഫോടനം നടത്താൻ സാധിക്കും. കലക്ട്രേറ്റിൽ മാത്രമല്ല, വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോലും, അതുപോലത്തെ സെക്രട്ടറിയേറ്റ് പോലും ഞങ്ങൾക്ക് സ്ഫോടനം നടത്താൻ സാധിക്കും. ഇപ്പൊ ഞങ്ങൾ ആരെയും കൊല്ലാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ കൊല്ലും. ഈ സന്ദേശമാണ് ഈ തീവ്രവാദ സംഘടന നൽകുന്നത്. അവർ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അവർ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ബേസ് മൂവ്മെന്റ്.
അത് ആ ബേസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലുമയാണ് എന്ന് അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് റിയാസിന് മാത്രമാണ് സംശയം. ഇത് ചെയ്തിട്ടുള്ള ഈ സ്ഫോടനം നടത്തിയിട്ടുള്ള ഈ ഭീകര സംഘടനയായിട്ടുള്ള അല്ലുമയ്ക്ക് സംശയമില്ല. അവർ ധീരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാണ് ഈ നടത്തിയിട്ടുള്ളതെന്ന്. പക്ഷേ നമ്മുടെ മുഹമ്മദ് റിയാസ് മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് ഈ സംശയം തോന്നുന്നത്. ഏതായാലും മുഹമ്മദ് റിയാസിന്റെ അഭിപ്രായം നമ്മുടെ പ്രേക്ഷകർ കണ്ടു കാണും. ഈ മുഹമ്മദ് റിയാസിനെ പോലെ ആളുകൾ ഇക്കാര്യത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നതിന് പകരം ഭരണകക്ഷിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നതിന് പകരം ഈ ഭീകരന്മാരെ പരസ്യമായിട്ട് സഹായിക്കാനും വെള്ളപൂശാനുമാണ് മാർക്സിസ്റ്റ് പാർട്ടി മുഹമ്മദ് റിയാസും തയ്യാറായത് എന്ന് ഇന്ന് പ്രേക്ഷകർ എനിക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പില്ല എന്ന് പറയേണ്ടി വരും. എന്നുള്ള സംശയം നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രകടിപ്പിക്കാനായിട്ടില്ല. കാരണം അതിലേക്ക് നയിക്കുന്ന യാതൊരു വസ്തുതയും നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ജഡ്ജ്മെന്റും നടത്തുന്നില്ല. ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിനെ കുറിച്ച്, ഏത് എക്സ്ട്രീമിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിനെ കുറിച്ച് ഒരു വിധി പ്രസ്താവവും തൽക്കാലം നടത്താൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ മുഹമ്മദ് റിയാസ്, താങ്കൾക്ക് നേരെ വ്യക്തിപരമായ വിമർശനം കൂടി വന്നതുകൊണ്ട് താങ്കൾക്ക് അതിന് മറുപടി പറഞ്ഞിട്ട് എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. അല്ല, ഒന്ന് കേരളത്തിലാകെ കുഴപ്പമാണ്. കേരളത്തിലാകെ തീവ്രവാദ പ്രവർത്തനമാണ്. കേരളത്തിൽ CPIM ഇത്തരം തീവ്രവാദികളെ സംരക്ഷിക്കുകയാണ്. പിന്നെ കുറച്ചൊക്കെ മറ്റ് കളറും ചേർത്തുകൊണ്ട് പറയുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് നടന്നോട്ടെ. ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, മൈനോറിറ്റി പേര് പറഞ്ഞ് മുസ്ലിം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന പ്രവർത്തനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ്. സഖാവ് കോടിയേരി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ 2010 ജമ്മു കാശ്മീരിൽ സുരക്ഷാഭടന്മാരുമായി ഏറ്റുമുട്ട 4 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് അന്വേഷിക്കാൻ കൊച്ചി കേന്ദ്രീകരിച്ച് ISIT ഇന്റേണൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചു. അതിനെ പിരിച്ചുവിട്ട UDF ഗവൺമെന്റാണ്. ഇപ്പൊ BJPയുടെ പ്രിയപ്പെട്ട കൈകോർത്ത കോലീബി, കോൺഗ്രസ്, ലീഗ്, BJP ആണ് അന്ന് മാറാട് ഒതുക്കി തീർത്ത പോലെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത്. വസ്തുത പറയുമ്പോൾ അത് തീവ്രവാദത്തെ സംരക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് പ്രേക്ഷകർ വിദ്യാർത്ഥികളും ഞാനും ശ്രീ കൃഷ്ണദാസും അധ്യാപകരും എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കും. പറഞ്ഞു പഠിപ്പിക്കേണ്ട. ഇവര് തീവ്രവാദികളാണെന്ന് പറഞ്ഞതുകൊണ്ട് കാണുന്ന പ്രേക്ഷകർ ഇത് പറയുന്നുണ്ട്, അപ്പൊ തീവ്രവാദം അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ മനസ്സിലാവും. നിങ്ങളും കണക്കാണ്, ഈ മുസ്ലിം തീവ്രവാദി പ്രവർത്തനം നടത്തുന്നവരും കണക്കാ. നിങ്ങൾ 2 കൂട്ടരും ജനങ്ങളുടെ മത താല്പര്യത്തെ ദുരുപയോഗപ്പെടുത്തി രാഷ്ട്രീയമായ അധികാര കസേരകളിൽ കയറാൻ വേണ്ടിയുള്ള വൃത്തികെട്ട കളി കളിക്കുന്നവരാ. അതിന്റെ ഭാഗമായി ആളുകളെ കൊലപ്പെടുത്തുക, അതിന്റെ ഭാഗമായി ശരിപ്പെടുത്തുകയാണ്. ഇതാ ഞാൻ തുറന്നു പറഞ്ഞത്. എനിക്ക് 2 കണക്കാ. പക്ഷെ ഇവിടെ രാജ്യത്തെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം അത് ഞങ്ങളുടെ പ്രസ്ഥാനം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പറയുക തന്നെ ചെയ്യും. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഇന്നലത്തെ സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് നായേക്കാം എല്ലായിരിക്കാം. അപ്പൊ ജൂലൈ 15 കൊല്ലത്ത് നടന്നു. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കണം. ജൂലൈ 15 തലേന്നല്ലല്ലോ ഭോപ്പാൽ സംഭവം. ഭോപ്പാൽ സംഭവത്തിനെ കുറിച്ച് കുറെ സംശയങ്ങളുണ്ട്. അത് പറയുമ്പോൾ ഇവരെന്താ പറയാ, ഇവര് ദേശവിരുദ്ധരാണ്. സംശയമില്ല. ജയിൽ എങ്ങനെ ചാടി, എങ്ങനെ ഇവർ കുളൂസിൽ നല്ല ഷൂസ് ഇട്ടു, എങ്ങനെ ഇവരൊക്കെ ഒരുമിച്ച് നിന്നു, ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളില്ലേ. ഇത് തുറന്നു പറയുമ്പോൾ ഇവരെന്താ പറയാ, ഇവർ രാജ്യവിരുദ്ധരാണ്. ഇവരിങ്ങനെ പറയുന്നു പേടിച്ചിട്ട് വസ്തുത പറയാതിരിക്കാൻ മാത്രം ഞങ്ങളെന്താ വിഡ്ഢികളോ, ഞങ്ങളെന്താ ആകെ ഭീരുക്കളാണോ? ഞങ്ങൾ വസ്തുത പറയും. ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടാ, ഈ രാജ്യത്തിന്റെ സെക്യുലറിസിന് വേണ്ടിയിട്ടാ, അല്ലാതെ വരുൺ ഗാന്ധിയുടെ ദേശസ്നേഹമൊന്നും ഞങ്ങൾക്ക് പിന്തുടരാൻ വേണ്ടി പറ്റില്ല. സർട്ടിഫിക്കറ്റ് നൽകാൻ ഇവർക്കാരും കുത്തക പേറ്റന്റ് അവകാശം നൽകിയിട്ടില്ല രാജ്യത്ത്. ശരി, അതാണ് നിലപാട്. ശ്രീ ജോർജ് ജോസഫ്, നോക്കൂ, കൊല്ലത്തൊരു സംഭവം ഉണ്ടായി. അതിനുശേഷം സമാനമായ തരത്തിലുള്ള ആക്രമണങ്ങൾ കോടതി പരിസരങ്ങളിൽ ഉണ്ടായേക്കാം എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് തന്നെ എത്തിയിരുന്നു. ഞാൻ സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇവരുടെ ഈ കുറിപ്പ് ഒക്കെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ദക്ഷിണേന്ത്യയിലെ വിവിധ കോടതി പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതാണ് അവർ 4 ഇടങ്ങളിൽ ഒരേ തരത്തിൽ നടത്തിയിട്ടുള്ളത്, ഒരേ സന്ദേശം നൽകി നടത്തിയിട്ടുള്ളത്, ഒരേ തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊന്ന് അലർട്ടാകേണ്ടതാണ്. ഇതുപോലെയുള്ള ജില്ലാ ആസ്ഥാനങ്ങളിലുള്ള കോടതിയും കളക്ടറേറ്റും ഒക്കെ ചേർന്ന് വരുന്ന ഇടങ്ങളിൽ കൂടുതൽ സുരക്ഷ വേണ്ടതാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഇന്നേ വരെ, ഈ നിമിഷം വരെ ഒരുക്കിയിട്ടുണ്ടോ, സ്വീകരിച്ചിട്ടുണ്ടോ? അല്ലെ, നമ്മളിപ്പോൾ ആ പറഞ്ഞ കാര്യം, നമ്മൾ ഈ മലപ്പുറത്ത് കളക്ടറേറ്റിൻ്റെ കോമ്പൗണ്ടിൽ കോടതിയുണ്ട്, അതുപോലെ കൊല്ലത്ത് കളക്ടറേറ്റിൻ്റെ കോമ്പൗണ്ടിൽ കോടതിയുണ്ട്, അതുപോലെ ഡൽഹിയിലെ ഹൈക്കോടതിയുടെ കോമ്പൗണ്ടിലും നേരത്തെ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കോടതിയോടുള്ള ഒരു എതിർപ്പ്, കാരണം അല്ലുമായ അല്ലെങ്കിൽ സിമിക്കെതിരായിട്ട് നടപടി കോടതി എടുത്തതിൻ്റെ പേരിലാകാം
ആ ഒരു നിഗമനത്തിലോട്ട് പോകുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിൽ വ്യാപകമായി ഈ വിധ്വംസ പ്രവർത്തനം അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന കുറേ അധികം സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്കൊരു വളക്കൂറുള്ള ഒരു സ്ഥലം തന്നെയാണ്. എന്തുകൊണ്ട് നമുക്ക് ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല? കേരളത്തിലുള്ള ഓരോ പഞ്ചായത്തിലുള്ള കൗൺസിലർമാരും അല്ലെങ്കിൽ എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നിട്ട് നമ്മുടെ ഇടയിലുള്ള കുട്ടികളാണ് ഇതിൻ്റെ പിന്നിൽ. ഒരു 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഇവർ വഴിവിട്ട് സഞ്ചരിക്കുന്നതെല്ലാം അതാത് പഞ്ചായത്തിലുള്ളവർക്ക് അത് അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരെ അത് പോലീസും നാട്ടുകാരും കൂടെ ചേർന്നിട്ട് അങ്ങനെയുള്ളവരെ ട്രാക്ക് ചെയ്തിട്ട് കൃത്യമായി ഈ നടപടി അത് NIA അത് അഖിലേന്ത്യാ തലത്തിൽ പോകുന്നുണ്ട്. എനിക്കത് വിശ്വാസം വരുന്നില്ല. കേരള പോലീസ് തന്നെ ഇത് നോക്കണം. 4-5 സംഭവങ്ങൾ ഉണ്ടായല്ലോ, അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഇത് ട്രാക്ക് ചെയ്യണം. കാരണം ഇത് നമ്മൾ പരിച്ഛേദം നിർത്തിയേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഒരു റിക്രൂട്ടിംഗ് ആയ സ്ഥലമായി, ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൽ ഒരു റിക്രൂട്ടിംഗ് ആയ ഒരു ഏരിയ. കാരണം നമ്മൾ നേരത്തെ അറിയാമല്ലോ, IS വേണ്ടി സിറിയയിലും മറ്റും ഇവിടെ പോയ തൃക്കരിപ്പൂരിൽ നിന്ന് 10-21 പേര് പോയി, കാസർഗോഡ് നിന്ന് പോയിട്ടുണ്ട്, പാലക്കാട് നിന്ന് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു റൂട്ട് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാണ് ഇതുപോലെ റിക്രൂട്ട് ചെയ്യുന്നത്? ഇത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എല്ലാ ജാതി മത അല്ലെ രാഷ്ട്രീയ ഇങ്ങനെ ചിന്തയൊന്നും കൂടാതെ എല്ലാവരും ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ആരാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത്? നമ്മളൊരു വലിയൊരു ആപത്തിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസിന് ഇതുവരെ, കേരള പോലീസിന് അത് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഇന്റലിജൻസിന്റെ ഫെയിലിയർ തന്നെയാണത്. അത് നമുക്ക് ട്രാക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇതുവരെ ഉണ്ടായ വീഴ്ചകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്നത്തെ സംസ്ഥാനത്തിലെ മേലധികാരികളും ഇന്റലിജൻസ് മേലധികാരിയും ഇത് ഒരു 2-3 ആഴ്ചക്കകം എങ്കിലും ഇത് കണ്ടുപിടിക്കണം. ഇത് വളരെ സൂക്ഷ്മമായിട്ട് അന്വേഷിച്ചാലേ ഇത് കണ്ടുപിടിക്കാം. കാരണം കുറേയധികം മെറ്റീരിയൽ ആ സീനിലുണ്ട്. ഈ ബേസ് മൂവ്മെന്റ് എന്നുള്ള ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്, ഹാൻഡ് റൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുറച്ചധികം എവിഡൻസുകൾ, പിന്നെ അവിടെ അത് വിറ്റ്നസ് ചെയ്ത ആളുണ്ട്. അപ്പോൾ അതിന്റെ പരിസരത്ത് ഇത് വേറൊരു കാര്യം എനിക്ക് സംശയമുണ്ട്. ഈ വണ്ടി എത്ര ദിവസം ഉപയോഗിക്കാതെ അവിടെ കിടന്നു എന്ന്. കാരണം ഡെയിലി ഉപയോഗിക്കുന്ന വണ്ടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് ഹോമിയോ ഡയറക്ടറെ, അപ്പം അങ്ങനെയുള്ള ഒരു വാഹനമാണ് ഇതിന് ഉപയോഗിക്കുന്നതായിട്ടും തോന്നുന്നുണ്ട്. അപ്പം ആ സ്ഫോടനം ഉണ്ടായതിന് തൊട്ട് മുമ്പൊന്നും ആയിരിക്കത്തില്ല ഇതവിടെ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് ഇപ്പോൾ ഇന്ത്യയിലെല്ലാം ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പൊട്ടാസ്യം നൈട്രേറ്റ് കിട്ടും, പ്രഷർ കുക്കർ. അപ്പോൾ ഒരു ചെറിയ ആ ഡിവൈസ് അതൊരു ആധുനിക ഡിവൈസസ് ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഇതൊരു ത്രട്ടൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന ഒരു നടപടിയിലോട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഇനി വേറൊരു ലെവലിലോട്ട് വരും. അത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പിടിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംഭവം ഉണ്ടാവും തന്നെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ശരി, തീർച്ചയായും അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ പി. ഉബൈദുള്ള MLA, മലപ്പുറം സ്ഫോടനത്തിൽ ആരും മരിച്ചില്ല, ആർക്കും പരുക്കുമേറ്റില്ല. അത് വലിയ തീവ്രതയുള്ള സ്ഫോടക വസ്തു അവിടെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്, ഒരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ സ്ഫോടനമായതുകൊണ്ടാണ്. അതല്ലാതെ ആളെ കൊല്ലാനായിരുന്നു സ്ഫോടനം നടത്തിയിരുന്നതെങ്കിലോ പൊതുസ്ഥലങ്ങളിൽ ഇതുമാതിരി വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയെ സംബന്ധിച്ച് അതിൻ്റെ സ്ഥിരാകേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇത്ര അനായാസം ഒരു സ്ഫോടനം നടത്താനായി അതാര് നടത്തി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഊഹവുമില്ല എന്ന് വരുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയല്ലേ? മലപ്പുറം കലക്ട്രേറ്റിൽ കോമ്പൗണ്ടിൽ കോടതിക്ക് സമീപം ഇന്ന് ഉച്ചയോടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറം പോലെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശം. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നും സമാധാനം നിലനിന്ന ഒരു പ്രദേശമാണ് മലപ്പുറം. ആ മലപ്പുറത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്ന് ബലമായും ഞാൻ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഈ നീക്കത്തിന് പിന്നിൽ ആരായിരുന്നാലും, അത് സംഘടനകളായിരുന്നാലും വ്യക്തികളായിരുന്നാലും, അതിന് ഉത്തരവാദികളായിട്ടുള്ള കുറ്റക്കാരെ എത്രയും വേഗം പിടികൂടി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ അസമാധാനത്തിന്റെ വിത്ത് പാകാൻ ഒരു തീവ്രവാദ സംഘടനകളെയും വർഗീയ സംഘടനകളെയും അനുവദിച്ചുകൂടാ. അതിന് ഗവൺമെന്റ് എത്രയും വേഗം അതിനാവശ്യമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം. ഇവിടെ സർക്കാരിന് പല സംവിധാനങ്ങളുണ്ട്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്, ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്. ഇവരൊക്കെ ജോലി എന്താ? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഇത് അന്വേഷിച്ചറിഞ്ഞ് ബന്ധപ്പെട്ടവർക്ക് റിപ്പോർട്ട് ചെയ്ത് അത് തടയാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കലാണ്.
ആ കാര്യത്തിൽ വലിയ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ട് ഇനി ഏതായാലും സംഭവിച്ച കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് മാത്രം സമയം കളഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നാണ് അഭിപ്രായം. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് 2 ദിവസം ചർച്ച നടത്തും, പിന്നെ അതങ്ങ് അവസാനിക്കുകയാണ്. അതുപോരാ. ഇപ്പോൾ കൊല്ലം സംഭവം ഉണ്ടായി. കൊല്ലം കളക്ടറേറ്റ് സംഭവം ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ടവരെ എത്രയും വേഗം പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നിരുന്നുവെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടുമായിരുന്നില്ല. അപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് ഇനി ഒട്ടും വൈകാതെ ഉത്തരവാദികളെ എത്രയും വേഗം കണ്ടെത്താനുള്ള എല്ലാ ശ്രമവും ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിനാവശ്യമായ എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഒരിക്കലും മലപ്പുറം പോലെ സമാധാനം നിലനിൽക്കുന്ന പ്രദേശത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. നമുക്കറിയാം 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർച്ചയുണ്ടായി. ബാബരി മസ്ജിദ് തകർച്ചയെ തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വർഗീയ സംഘടനകളുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വർഗീയ പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരു അനിഷ്ട സംഭവവും ആ സംഭവം ബാബരി മസ്ജിദ് തകർച്ചയെ തുടർന്നുണ്ടായില്ല. എന്താ കാര്യം? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ജനനേതാക്കന്മാർ സമാധാനപരമായി ഈ കാര്യങ്ങളെ നോക്കിക്കാണണം, ആത്മസംയമനം പാലിക്കണമെന്ന നിർദ്ദേശം അവർ ജനങ്ങൾക്ക് നൽകി. ജനങ്ങളെല്ലാവരും അംഗീകരിച്ചു. അതിന്റെ ഫലമായി വലിയ നഷ്ടം സംഭവിച്ചിട്ടുള്ള പാർട്ടിയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങൾ തീവ്രവാദത്തിനെതിരായ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർച്ചയുണ്ടായി. ആ സംഭവത്തെ തുടർന്ന് തീവ്രവാദത്തിനും വർഗീയതയ്ക്കുമെതിരായ അതിശക്തമായ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് 95 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായ വ്യാപകമായ പ്രചാരണം നടത്തിയത്. ശിഹാബ് തങ്ങൾ ആത്മസംയമനത്തിന്റെ താരാട്ടുപാട്ട് പാടി സമുദായത്തെ ഉറക്കിക്കെടുത്തുകയാണ്. രാഷ്ട്രീയ പ്രസ്താവനകളാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഗോപി നറുകര, എനിക്ക് താങ്കളിൽ നിന്ന് രാഷ്ട്രീയ പ്രസ്താവനകളല്ല വേണ്ടത്, അവിടെ എന്താണ് സംഭവിച്ചു എന്നതിന്റെ വിവരമാണ്. ഇവിടെ സംശയം പ്രകടിപ്പിച്ചതുപോലെ ആ കളക്ടറേറ്റ് വളപ്പിൽ ദിവസങ്ങളായി ഈ DMOയുടെ വാഹനം കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ കളക്ടറേറ്റ് വളപ്പിൽ ദിവസങ്ങളായി വാഹനം പാർക്ക് ചെയ്യുക എന്നുള്ളത് ബോംബ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അവിടെ വന്ന് ബോംബ് വയ്ക്കാനുള്ള ഒരു മറവാണോ, അതൊരു സാഹചര്യം ഒരുക്കുന്നുണ്ടോ? കളക്ടറേറ്റ് വളപ്പിലേക്ക് വാഹനങ്ങൾ കടത്തുമ്പോൾ, ഈ കോടതി വളപ്പിലേക്ക് വാഹനങ്ങൾ കടത്തുമ്പോൾ എന്ത് ചെക്കിംഗ് സംവിധാനമാണ് അവിടെ ഉള്ളത്? അവിടെ ആ വളപ്പിൽ നടക്കുന്ന സംഭവങ്ങൾ കൂടി ചിത്രീകരിക്കപ്പെടുന്ന വിധത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ? മലപ്പുറത്ത് കോടതി സമുച്ചയത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി ഇല്ല. ഞങ്ങൾ ഈ സംഭവം നടന്ന് 10 മിനിറ്റ് ആയിട്ടാണ് പോലീസ് വരുന്നത്. ഞാനിത് പറയാൻ കാരണം മലപ്പുറം കോടതിയുടെ പ്രത്യേകത, ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് 11 മണി സമയത്ത് കോടതിയിൽ ഞങ്ങളൊക്കെ കോടതി പോകും, കള്ളക്കേസിന് കോടതി പോകണം. പോകുമ്പോ അവിടെ നിൽക്കുന്ന സമയത്ത് 11 മണിക്കാണെങ്കിൽ ഞങ്ങളൊക്കെ മരിച്ചു. ഇത് പറയുന്നത്, അഭിലാഷ് ഒരു കാര്യം പറയട്ടെ, ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു സൂചന, ഇവിടെ എല്ലാ ചെറുപ്പക്കാരുടെ മൊബൈലിലെ വാട്സാപ്പിലും കോഴീനെ അറക്കുന്നത് പോലത്തെ ഒരു ചെറുപ്പക്കാരനെ 2 ആൾ അറക്കുന്ന ഫോട്ടോ അറുത്ത് തലച്ചോറ് വെക്കുന്ന ഫോട്ടോ ആണ് മലപ്പുറത്ത് മുഴുവൻ ഞാൻ കാണുന്നത്. ഇത് പോലീസ് DGP ആയാലും SP ആയാലും ഇവരെന്താ ചെയ്യേണ്ടത്? ഇതിന്റെ മുമ്പ് ഉബൈദുള്ള MLA പറഞ്ഞ പോലെ സമാധാനത്തിന്റെ കേളീന്നിലായിരുന്നു മലപ്പുറം അന്ന്. ഇന്ന് തീവ്രവാദത്തിന്റെ ഈറ്റിലും പോറ്റിലുമാണ് മലപ്പുറം. ഞാനിത് പറയാൻ കാരണം പേടിയാണ് ഇപ്പൊ പോകാൻ. നിങ്ങൾ ആലോചിച്ചു, വാട്സപ്പ് വേണമെങ്കിൽ എന്റെ വാട്സപ്പ് നോക്കാം, DGPക്കും SP-ക്കും നോക്കാം. കോഴിയെ അറക്കുന്ന പോലെ ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് 2 ആള് അല്ലാഹു അക്ബർ എന്ന് അറക്കാണ്. എങ്ങട്ടാ നമ്മുടെ നാട് പോണത്? രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രീണന രാഷ്ട്രീയം നിർത്തി ദേശസ്നേഹത്തിലൂടെ പ്രവർത്തിക്കാഞ്ഞാൽ ഒരു സംശയം വേണ്ട, സിറിയയെ പോലെ, ഇറാഖിനെ പോലെ, കൊറിയ എല്ലാ പോലെയാവും. അഭിലാഷ്, താങ്കളുടെ ഭയം അതിപ്പോൾ മലപ്പുറത്ത് മാത്രമല്ല എല്ലായിടത്തും ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള അങ്ങേയറ്റം നൃശംസമായ രംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്ത് ആനന്ദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ മോശമെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ശ്രീ PK കൃഷ്ണദാസ്, അന്വേഷണ സംവിധാനങ്ങൾക്ക് ഈ നെറ്റ്വർക്ക് തകർക്കാൻ എന്താണ് തടസ്സം? ഇതിപ്പോൾ ഒരു സംസ്ഥാനം ഉൾപ്പെട്ടിരിക്കുന്ന വിഷയമല്ല. സമാനമായ സംഭവം 2 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളിൽ ആവർത്തിച്ചു. 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആവർത്തിച്ചു. അത് ഇനിയും ആവർത്തിക്കും എന്നതിന്റെ സൂചന ഈ സംഘടനയുടെ പ്രവർത്തനത്തിൽ വ്യക്തമാണ്. ആ കുറിപ്പിൽ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത് നിങ്ങൾ ദിവസങ്ങൾ എണ്ണിക്കോളൂ എന്നാണ്. അതിപ്പോൾ ദിവസങ്ങൾ എണ്ണിക്കോളൂ എന്ന് പറഞ്ഞത് മലപ്പുറത്ത് തന്നെ നടത്തണമെന്നില്ല. കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ കർണാടകയിലോ ഉള്ള ഏതെങ്കിലും ഒരു നഗരത്തിൽ ഏതെങ്കിലും ഒരു കോടതി വളപ്പിലായിരിക്കാം അടുത്തത് ഉണ്ടാവുക. ഇങ്ങനെ ദിവസങ്ങൾ എണ്ണിക്കോളൂ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാൻ തീവ്രവാദ സംഘടനകൾക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ നെറ്റ്വർക്ക് തകർക്കാൻ പറ്റുന്നില്ല. ആരുടെ കുഴപ്പം?
ഒന്ന് ഇക്കാര്യത്തിൽ ഇപ്പൊ ചിറ്റൂരിലെ സ്ഫോടന കേസിലും മൈസൂരിലെ സ്ഫോടന കേസിലും അതിന്റെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ നടക്കുന്ന ഒരു സ്ഫോടനത്തിന്റെയും യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കേരളത്തിലെ അന്വേഷണ ഏജൻസി കഴിയുന്നില്ല. അഭിലാഷ്, ഒരു പ്രശ്നം നമ്മൾ നോക്കണം. ഇപ്പൊ കൊല്ലത്ത് സ്ഫോടനം നടന്നു, ഒരു വർഷമായിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ അന്വേഷണ ഏജൻസി കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടാണോ സാധിക്കാത്തത്? പക്ഷെ അതിൽ രാഷ്ട്രീയ നേതൃത്വം അവർ കൂച്ചുവിലങ്ങിടുന്നു എന്നാണ് വസ്തുത. ഇപ്പൊ ഉദാഹരണത്തിന് വേറൊന്ന് ചോദിക്കട്ടെ അഭിലാഷേ, 2006 കോഴിക്കോട്ട് ഇരട്ട സ്ഫോടനം നടന്നു, KSRTC ബസ് സ്റ്റാൻഡിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും. നമ്മുടെ 2006 മുതൽ 12 വരെ വിവിധ ഗവൺമെന്റുകൾ കേരളത്തിൽ അധികാരത്തിൽ വന്നു, അന്വേഷിച്ചു, ആരെയും പിടിച്ചില്ല. പക്ഷെ NIA വന്നതിന് ശേഷമാണ് പിടികൂടപ്പെട്ടത്. ഇപ്പൊ അവർ ജയിലിലാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ കേരളം ഈ ഒരു ഭീകരരുടെ ഉൽപാദന കേന്ദ്രമായി മാറി. നേരത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് കേരളം ഭീകരതയുടെ നഴ്സറിയാണെന്ന്. പക്ഷെ ഇപ്പോൾ ഭീകരതയുടെ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ നേരത്തെ 21 കുടുംബങ്ങൾ സിറിയയിലേക്ക് പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ കനകമലയിൽ ഒരു 8ഓളം IS ഭീകരരെ പിടികൂടിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് അവസരത്തിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമായി ഈ കേരളം മാറി. പക്ഷെ എന്താ കാര്യം? നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വ്യക്തമായി ഇതിനെക്കുറിച്ച് നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ അന്വേഷണമില്ല, ആളുകളെ പിടികൂടുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം കൂടി എന്നെ പറയാൻ അനുവദിക്കണം. 2007 വാഗമണ്ണിലെ പരിശീലനം നടന്നത്. ഭാരതീയ ജനതാ പാർട്ടിയാണ് അന്നത്തെ മുഖ്യമന്ത്രിക്ക് വാഗമണ്ണിൽ ഭീകരന്മാർ പരിശീലനം നടത്തുന്നുണ്ട് എന്ന് രേഖാമൂലം എഴുതി കൊടുത്തത്. ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പൊ ആലുവക്കടുത്ത് പനായിക്കുളത്ത് സിമിയുടെ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുവന്നു ആലുവ പോലീസ് സ്റ്റേഷനിൽ. പക്ഷെ ഭരണപ്രതിപക്ഷ കക്ഷികൾ സ്വാധീനിച്ചവരെ ഇറക്കി വിട്ടു. നോക്കൂ പിന്നെ അഭിലാഷേ, ഇന്ത്യയില് ഭോപ്പാല്, അഹമ്മദാബാദ്, ഹൈദരാബാദ് 7 സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടന കേസിൽ പ്രതികളായവര് ഒന്നുകിൽ വാഗമണ്ണിൽ പരിശീലനം നേടിയവരാണ്, അല്ലെങ്കിൽ പനായിക്കുളത്തെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തവരാണ്. ഈ കേരളത്തിൽ നമ്മുടെ ഭരണകൂടങ്ങള് നമ്മുടെ മറ്റു പല രാഷ്ട്രീയ പരിഗണനകളും വെച്ചുകൊണ്ട് രാഷ്ട്ര താല്പര്യത്തെ വിസ്മരിച്ചുകൊണ്ട് ഈ ഭീകരന്മാരെ ഒരു പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിക്കാൻ തയ്യാറാകുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതചിന്തകളും രാഷ്ട്രീയ ചിന്തകളും മറന്നുകൊണ്ട് രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും സാമുദായിക സമരസതയ്ക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ ഭീകരവാദ പ്രവർത്തനത്തെയും ഈ ബോംബ് സ്ഫോടനത്തെയും ഗൗരവപൂർവ്വം കാണണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. മറിച്ച് നേരത്തെ നമ്മുടെ മുഹമ്മദ് റിയാസ് സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന ശരിക്ക് നോക്കൂ നിങ്ങൾ. അല്ല, മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ മറുപടി പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ P. ഉബൈദുള്ള, രാഷ്ട്രീയ സംരക്ഷണം ഈ ഭീകരർക്ക് കിട്ടുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ പോലീസോ മറ്റ് അന്വേഷണ ഏജൻസികളോ ഇടപെട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തീവ്ര സ്വഭാവത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തകർക്ക് പോലും രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നുണ്ടോ? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് മാതിരി ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ സ്വതന്ത്രമായി പോലീസിന് ആക്ട് ചെയ്യാൻ സാധിക്കും എങ്കിൽ എന്തുകൊണ്ടാണ് പല സംഭവങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇപ്പോഴും പിടികൂടാതെ അവർ പുറത്തു നിൽക്കുന്നത്? പിന്നെ വേറെ ഏതെങ്കിലും നാട്ടിൽ വെച്ച് പിടികൂടപ്പെടുമ്പോഴാണ് ഇങ്ങനെ കണ്ണു ചേർത്ത് ഇയാളാണ് ഈ കേസിലെ പ്രതി എന്ന് വരുന്നത്. തടിയന്റെ അവിടെ നസീർ ഒരു ഉദാഹരണം. അപ്പോൾ ആ നിലയ്ക്ക് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് പ്രോംപ്റ്റായി ആക്ട് ചെയ്യാൻ പോലീസ് സംവിധാനത്തിന് എന്താണ് കഴിയാതെ പോകുന്നത്? ഇവിടെ നമ്മുടെ നാട്ടിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പോലീസിന് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള എല്ലാ സംവിധാനമുണ്ട്. എന്നാൽ പോലീസിനെ നിഷ്പക്ഷമായും സ്വതന്ത്രമായും പ്രവർത്തിക്കാൻ ഭരണകൂടം അനുവദിക്കണം. ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇത്തരം വിഷയങ്ങളിൽ കുറ്റവാളികളെ കണ്ടെത്തുമ്പോൾ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകാൻ പാടില്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലീസിന് അവസരം കൊടുക്കണം. ഇപ്പോൾ ഇവിടെ BJPയുടെ നേതാവ് വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ BJPക്ക് ഈ തീവ്രവാദികൾ വളർത്തുന്നത് വലിയ പങ്കുണ്ട്. രാജ്യത്ത് വർഗീയത പ്രചരിപ്പിച്ച് തീവ്രവാദികൾക്ക് വളർന്നു വരാൻ അവസരമൊരുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് BJP ആയിരുന്നാലും മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നാലും തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്ന തരത്തിലുള്ള സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. തീവ്രവാദികളെ സഹായിക്കുന്ന നിലപാടുണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്യുക എന്നതിലപ്പുറത്ത് തീവ്രവാദ ശക്തികളെ നമ്മുടെ സംസ്ഥാനത്ത് തലപൊക്കാൻ അനുവദിക്കാത്ത വിധം
എല്ലാവരും ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായാൽ നമ്മൾ സർവകക്ഷി യോഗം ചേരും. അതിനേക്കാളേറെ ഗുരുതരമായ പ്രശ്നമാണിത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സ്ഫോടനം, ഇനി വരാൻ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം സംഭവങ്ങളിൽ സർവകക്ഷി യോഗം വിളിക്കണം. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ മാത്രം പോരാ, മതസംഘടനാ പ്രവർത്തകന്മാർ വേണം. ഇത്തരത്തിലുള്ള എല്ലാ സംഘടനകളെയും എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഈ തീവ്രവാദത്തിനെതിരായ ഒരു ക്യാമ്പയിനും ഒരു കൂട്ടായ്മയും രൂപപ്പെടുത്താൻ നമുക്ക് സാധ്യമായാൽ മാത്രമേ ഇപ്പോൾ തലപൊക്കി വരുന്ന തീവ്രവാദത്തെ മുളയിലെ നുള്ളിക്കളയാൻ നമുക്ക് സാധ്യമാവുള്ളൂ. ഇപ്പോൾ കേരളം ഒരു തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും കേന്ദ്രമായി മാറി എന്നൊന്നും പറയാൻ ഇപ്പോൾ സമയമായിട്ടില്ല. ശരിയാണ്. അവിടെ ഇവിടുന്നൊക്കെ ചില അപശബ്ദങ്ങൾ ഇതുപോലെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അത്തരം അപശബ്ദങ്ങളും അത്തരം പ്രവർത്തനങ്ങളും തുടക്കത്തിലെ ഇല്ലാതാക്കാനുള്ള കൂട്ടായ ശ്രമം ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു കൂട്ടായ ശ്രമം വേണം. അതിന് ഭരണ നേതൃത്വം മുൻകൈയെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും മലപ്പുറം സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ ഒട്ടും താമസിയാതെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മലപ്പുറത്ത് സമാധാന അന്തരീക്ഷം തകർക്കാൻ ആസൂത്രിതമായ നീക്കം ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടോ എന്ന് ബലമായും ഞാൻ സംശയിക്കുന്നു. അത്തരമൊരു ശ്രമവും ഒരിക്കലും അനുവദിക്കുന്ന പ്രശ്നമല്ല. എൻ്റെ പാർട്ടി ഇതിനെതിരായി അതിശക്തമായ നിലപാട് എക്കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ പോലീസിന്റെ ഏത് അന്വേഷണത്തിനും അനുകൂലമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഉത്തരവാദികളെ കണ്ടെത്താൻ ആവശ്യമായ എല്ലാ സഹായവും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുകൂടി സന്ദർഭത്തിൽ ഞാൻ അറിയിക്കാം. തീർച്ചയായും. ശ്രീ ജോർജ് ജോസഫ്, കേരളത്തെ സംബന്ധിച്ച് ഈ ഭീകരവാദി ആക്രമണങ്ങളൊന്നും നേരിട്ട് ഒരു പരിചയവുമില്ല നമുക്ക്. അത്യാവശ്യം രാഷ്ട്രീയ സംഘർഷങ്ങൾ, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ ആക്രമണങ്ങൾ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്തുള്ളതല്ലാതെ ആസൂത്രിതമായ ഒരു ഭീകര പ്രവർത്തനം, അതിന്റെ രീതികൾ, അവ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേരളത്തിലെ പോലീസ് സേനയ്ക്ക് അനുഭവ പരിചയമില്ല. അതേമാതിരി തന്നെ ഇന്റലിജൻസിന്റെ അഭാവം, കൃത്യമായ ഇന്റലിജൻസ് സംവിധാനം നമ്മുടെ എല്ലാ ജില്ലകളിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ഇനിയുള്ള സാഹചര്യത്തിൽ പഴയ മട്ട് പറ്റില്ല എന്നൊരവസ്ഥ സംജാതമായിട്ടില്ലേ? ശരിയാണ്. അത് കേരളത്തിലെ ഇന്റലിജൻസ് ഫെയിലിയർ തന്നെയാണ് ഇത്. കേരളത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഇത്രയും കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല? അത് പോലീസിന്റെ ഭാഗത്തുള്ള ഒരു വീഴ്ച തന്നെയാണ്, ഫെയിലിയറാണ്. അത് ഏത് ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസ് ആയാലും ശരി, കേരള പോലീസ് ആ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്ക് കേരള പോലീസിൽ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത് മാത്രം NIA പുറത്തോ നമ്മൾ ഇത് ചാരാതെ നമ്മുടെ ഇവിടുത്തെ ഈ നമ്മുടെ ഇവിടെ എല്ലാവരും സംസാരിക്കുമ്പോൾ എല്ലാം പറയുന്നുണ്ട് കേരളത്തിൽ നിന്നാണ് ഈ റിക്രൂട്ട്മെന്റ് മുഴുവൻ നടക്കുന്നത്. ശരിയാണ്. അത് നമ്മൾക്ക് മനസ്സിലായി. ഈ അടുത്ത കാലത്ത് നമ്മൾ IS കുറെ ആൾക്കാർ പോയപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ കാശ്മീർ 3-4 പേര് വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പം അതിനകത്ത് കേരളത്തിലുള്ള കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മുടെ MLA പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുസ്ലിം സമുദായത്തിലെ കുറെ കുട്ടികളാണ് ഈ ഡ്രോപ്പ് ഔട്ടായിട്ട് പോയിരിക്കുന്നത്. ജമാഅത്ത് കൗൺസിൽ, മുസ്ലിം ലീഗ്, അതോടൊപ്പം മറ്റുള്ള ഞാൻ മുസ്ലിം കുട്ടികളുടെ പേരിലാണ് ഞാൻ ഒരു ജാതിയുടെ കാര്യമോ രാഷ്ട്രീയ കാര്യമോ അല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈ സമൂഹത്തിലെ എല്ലാ കമ്മ്യൂണിറ്റിയെ പോലെ തന്നെ ഇന്ത്യയിലെ മറ്റുള്ള മുസ്ലിംസിനെ കാട്ടിലും കേരളത്തിലെ മുസ്ലിം, ഞാൻ പല ചാനലിലും പറയുന്നുണ്ട്, കേരളത്തിലെ മുസ്ലിംസ് വളരെ കൾച്ചേർഡാണ്. വളരെ കുറച്ച് കുട്ടികളാണ് ഈ ഡ്രോപ്പ് ഔട്ടിലോട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും യോജിച്ചിട്ട് ഇത് കണ്ടുപിടിക്കണം. ഇത് നാട്ടുകാരുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ ജാതി സംഘടന എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട്, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അവരെ ഇപ്പം തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യണം, അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, അവരെ റിഫോം ചെയ്യണം, അതിനുള്ള നടപടികളിട്ട് പോകണം. ഇതിനകത്ത് ബുദ്ധിപരമായി ഈ പ്രവർത്തിക്കുന്ന ഒരു 5-6 പേര് അവരെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാരെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വെളിയിൽ വന്നേനെ. എന്തുകൊണ്ടാണ് ഇത്രയും സീക്രട്ടായിട്ട് ഈ മൂവ്മെന്റ് ഇങ്ങനെ നടക്കുന്നത്? അത് കണ്ടുപിടിക്കണം. അത് പോലീസ് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അത് എല്ലാ ഭാഗത്തും നല്ല പിന്തുണ ഉണ്ടാവും. നമുക്ക് ഈ കുട്ടികളെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, ഇവരെ നല്ല ട്രാക്കിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഭരണകൂടം രാഷ്ട്രീയ മത ചിന്തകളെല്ലാം കളഞ്ഞിട്ട് ഇതിലോട്ട് തന്നെ ശ്രദ്ധിക്കണം. കാരണം വലിയൊരു ആപത്ത് വരും. കാരണം ഇനിയൊരു കാര്യം മനസ്സിലാവും, ഈ കേരളത്തിൽ നിന്ന് വെളിയിൽ പോകുന്ന യൂറോപ്പിലായാലും അമേരിക്കയിൽ പോയാലും ശരി, കേരളത്തിലെ കുട്ടികളെ ഇപ്പം പലർക്കും സ്വീകരിക്കാൻ, ജോലി കൊടുക്കാനൊക്കെ എന്തായാലും എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞു. ആരാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വസ്തുതാപരമായ തെളിവുകൾ ഒന്നുമില്ല ഒരു കത്തിനപ്പുറത്ത്. അതുകൊണ്ട് തന്നെ ഒരു മുൻവിധിയോ തീർപ്പോ ഈ ചർച്ചയിൽ ഉണ്ടാകില്ല. ആരാണ് ഇതിന് പിന്നിലെങ്കിലും
അത് നമ്മുടെ സുരക്ഷാ വീഴ്ച തുറന്നു കാണിച്ചു എന്നുള്ളതാണ് അങ്ങേയറ്റം പ്രധാനപ്പെട്ട സംഗതി. ആദ്യം കൊല്ലം, ഇപ്പോൾ മലപ്പുറം. ആർക്കും വന്ന് ബോംബ് വെച്ച് പൊട്ടിക്കാവുന്ന തരത്തിൽ ദുർബലമായ അവസ്ഥയിലാണോ നമ്മുടെ സുരക്ഷാ സംവിധാനം? എന്തുകൊണ്ടാണ് ഈ കേസുകളിലെ പ്രതികളെ പിടികൂടാൻ ഇതുവരെയും കഴിയാത്തത് എന്നുള്ള കാര്യം കണ്ടുറപ്പിക്കേണ്ടതാണ്. അതിനപ്പുറത്ത് ജാതി, മത, സാമുദായിക നിറം ഭീകരതയ്ക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന പോയിന്റിൽ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ പി കെ കൃഷ്ണദാസ്, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ഉബൈദുള്ള, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ഗോപി നാറുകര. ജമ്മു കാശ്മീരിലെ സാംബ സെക്ടറിലും രജൌരി മേഖലയിലുമുണ്ടായ പാക് സൈന്യത്തിന്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ 8 പ്രദേശവാസികൾ കൊല്ലപ്പെട്ടു. ഇതാദ്യമായാണ് ഒരു ദിവസം അതിർത്തിയിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇത്രയധികം പ്രദേശവാസികൾ കൊല്ലപ്പെടുന്നത്. നൌഷാര, മേന്ദാർ സെക്ടറുകളിൽ ശക്തമായ ഷെല്ലാക്രമണം ഉണ്ടായതായി BSF ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. അതിർത്തിയിലെ സംഘർഷാവസ്ഥകളെക്കുറിച്ച് ജമ്മു കാശ്മീർ ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനോട് വിശദീകരിച്ചു. ജമ്മു കശ്മീരിലെ സാംബ ജില്ലയിൽ രാംഗർ മേഖലയിലും രജൌരിയിലുമുണ്ടായ പാക് സൈന്യത്തിന്റെ വെടിവെപ്പിൽ 4 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടെ 7 പ്രദേശവാസികൾ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലുണ്ടായ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളിൽ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തിയിൽ പാക് സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് തീവ്രവാദികൾ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തുന്നതെന്ന് അതിർത്തി രക്ഷാ സേനയിലെ ഡയറക്ടർ ജനറൽ ധർമാന്ത് പരീഖ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജമ്മു കശ്മീരിലെ ബലാക്കോട്ട്, അർണിയ, നൌഷാര, രജൌരി, സാംബ എന്നീ 5 പ്രധാന മേഖലകളിലാണ് പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്നത്. എന്നാൽ രൂക്ഷമായ ഷെല്ലാക്രമണം പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായും സേന ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നുണ്ടെന്നും പ്രതിരോധ വക്താവ് മനീഷ് മേത്ത അറിയിച്ചു. എന്നാൽ ജമ്മു കശ്മീരിലെ ബന്ദിപ്പൂർ മേഖലയിൽ സൈന്യം 2 ലഷ്കർ ഇ തോയ്ബ തീവ്രവാദികളുമായി ഏറ്റുമുട്ടലുണ്ടായി. മിന്നലാക്രമണത്തിന് ശേഷം 67ലേറെ തവണയാണ് പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നത്. കൂടാതെ 7 ഇന്ത്യൻ ജവാന്മാർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ജമ്മു കശ്മീരിലെ കത്വ മേഖലയിലെ അതിർത്തിയിലൂടെ പാകിസ്ഥാൻ തീവ്രവാദികൾ നുഴഞ്ഞുകയറുന്ന CCTV തെർമൽ ചിത്രങ്ങൾ പുറത്തുവന്നു. അതിർത്തി ഗ്രാമങ്ങളിലെ ഗ്രാമവാസികളെല്ലാം ഭയന്ന് രക്ഷാകേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ, ദില്ലി. ഭോപ്പാലിലെ 8 സിമി തീവ്രവാദികൾ കൊല്ലപ്പെട്ടതിൽ അന്വേഷണം വേണ്ടെന്ന് മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി ഭൂപേന്ദ്ര സിംഗ്. ജയിലിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഭോപ്പാൽ സംഭവത്തെ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നതായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഭോപ്പാൽ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷണം നടത്തുമെന്ന് മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി ഭൂപേന്ദ്ര സിംഗ് അറിയിച്ചു. എന്നാൽ ഭോപ്പാൽ സംഭവത്തിൽ തീവ്രവാദികളെ വധിച്ച ഏറ്റുമുട്ടലിനെ കുറിച്ച് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പോലീസിൽ നിന്ന് ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്ന് ഭൂപേന്ദ്ര സിംഗ് കൂട്ടിച്ചേർത്തു. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതികരിച്ചത്. കൂടാതെ കൊല്ലപ്പെട്ട ഭോപ്പാൽ സെൻട്രൽ ജയിൽ ജീവനക്കാരൻ രാംശങ്കർ യാദവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം ഭോപ്പാൽ ഏറ്റുമുട്ടലിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ഭോപ്പാൽ IG യോഗേശ്വർ ചൌധരിയും ഭീകരവിരുദ്ധ സേനയിലെ IG സഞ്ജീവ് ഷമിയും രംഗത്ത് വന്നിരുന്നു. ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളുടെ വിശ്വാസ്യത സംബന്ധിച്ചും വിവാദങ്ങളുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്, AIMM നേതാവ് ഒവൈസി എന്നിവർ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് നിലപാട് അറിയിച്ചത്. എങ്ങനെയാണ് മുസ്ലിങ്ങൾ മാത്രം ജയിൽ ചാടി രക്ഷപ്പെടുന്നതെന്നും ഹിന്ദുക്കൾ രക്ഷപ്പെടാത്തതെന്നും കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് കുറ്റപ്പെടുത്തി. എന്നാൽ വിഷയത്തിൽ കോൺഗ്രസുകാർ മാത്രമാണ് വ്യാജ ഏറ്റുമുട്ടലായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നതെന്ന് മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി ഭൂപേന്ദ്ര സിംഗ് തിരിച്ചടിച്ചു. എന്നാൽ ഇപ്പോഴും CCTV പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സുരക്ഷാ വീഴ്ചകൾ ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിലനിൽക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട്. റിപ്പോർട്ടർ, ദില്ലി. നിയമസഭാ ഹോസ്റ്റലിലെ മുറി ഒഴിയണമെന്ന് കാണിച്ച് VS അച്യുതാനന്ദന് സ്പീക്കറുടെ കത്ത്. ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ വസതി അനുവദിച്ച സാഹചര്യത്തിലാണ് മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടത്. ഭരണപരിഷ്കരണ കമ്മീഷന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന MLA ഹോസ്റ്റലിലെ മുറി നഷ്ടപ്പെടുന്നതോടെ VSന് ഓഫീസ് ഇല്ലാതായി. MLA എന്ന നിലയിൽ VS അച്യുതാനന്ദന് അനുവദിച്ചിരുന്ന നിയമസഭാ ഹോസ്റ്റലിലെ മുറി ഒഴിയണമെന്നാണ് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഓഫീസ് ഒഴിയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ ഔദ്യോഗിക വസതി അനുവദിച്ച സാഹചര്യത്തിലാണ് മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഭരണപരിഷ്കരണ കമ്മീഷന്റെ ഓഫീസ് എന്ന നിലയിൽ താൽക്കാലികമായി MLA ഹോസ്റ്റലിലെ ഈ മുറിയാണ് ഉപയോഗിക്കുന്നത്. കമ്മീഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മുറി ഒഴിവാകുന്നതോടെ ഭരണപരിഷ്കരണ കമ്മീഷന് ഫലത്തിൽ ഓഫീസ് ഇല്ലാതാകും. ഭരണപരിഷ്കരണ കമ്മീഷന്റെ ആദ്യ യോഗം VSന്റെ ഔദ്യോഗിക വസതിയിലാണ് നടന്നിരുന്നത്. ഭരണപരിഷ്കരണ കമ്മീഷന് IMGയിലെ ഓഫീസ് അനുവദിച്ചിരുന്നെങ്കിലും VS അത് സ്വീകരിച്ചിരുന്നില്ല. സെക്രട്ടേറിയറ്റിൽ ഓഫീസ് അനുവദിക്കണമെന്നാണ് VSന്റെ ആവശ്യം. എന്നാൽ മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഔദ്യോഗിക വസതി സർക്കാർ അനുവദിച്ചാൽ MLA ഹോസ്റ്റലിലെ മുറി ഒഴിയുകയാണ് പതിവ്. മറ്റ് MLAമാർക്ക് മുറി അനുവദിക്കേണ്ടതുണ്ടെന്നും നിയമസഭാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.
ഐക്യ കേരള പിറവിയുടെ 60ാം വാർഷികാഘോഷത്തിന് പ്രൗഢോജ്വല തുടക്കം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നവകേരളത്തെ സൃഷ്ടിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭാ കോമ്പൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നടന്നത്. വേദിയിൽ ഒരുക്കിയിരുന്ന 60 തിരിയിട്ട വിളക്കുകൾക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ മറ്റു പ്രമുഖരും ചേർന്ന് തിരികൊളുത്തിയതോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കേരളത്തിന്റെ സമഗ്ര മേഖലകളുമുള്ള വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിനനുയോജ്യമായ പദ്ധതികളുടെ പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വികസനത്തിനുതകുന്ന ഒട്ടേറെ പരിപാടികൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാർ ക്രിസോസ്റ്റം തിരുമേനി ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തി. കേരളത്തിന്റെ ഭാവി ഈ അസംബ്ലിയിൽ, അതുകൊണ്ട് ഇവിടെ ഇന്ന് നടക്കുന്ന യോഗമാണ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നതിന് സഹായിക്കും. പ്രശസ്ത സംവിധായകനായ പ്രമോദ് പയ്യന്നൂർ തയ്യാറാക്കിയ പ്രത്യേക ദൃശ്യഗാനവിരുന്നും ചടങ്ങിൽ ഒരുക്കിയിരുന്നു. സിനിമാ കലാസാഹിത്യ രംഗത്തെ നൂറുകണക്കിന് പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. റിപ്പോർട്ടർ തിരുവനന്തപുരം. കോട്ടയം ജില്ലയിൽ പക്ഷിപ്പനി ബാധിച്ച പ്രദേശങ്ങളിൽ താറാവുകളെ കൊന്നൊടുക്കുന്ന നടപടി ആരംഭിച്ചു. ആർപ്പൂക്കര, അയ്മനം പഞ്ചായത്തുകളിലാണ് താറാവുകളെ കൂട്ടത്തോടെ കൊല്ലുന്നത്. 6000-ഓളം താറാവുകളെയാണ് ആദ്യഘട്ടത്തിൽ കൊല്ലുക. 60 പേർ അടങ്ങുന്ന ദൌത്യസംഘം 6 സംഘങ്ങളായി തിരിഞ്ഞാണ് താറാവുകളെ കൊല്ലുന്നത്. മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാനുള്ള ശ്രമം ജനാധിപത്യത്തിന് കളങ്കമെന്ന് VS അച്യുതാനന്ദൻ. മാധ്യമങ്ങൾക്ക് കോടതികളിൽ വിലക്ക് കൽപ്പിക്കുന്ന സ്ഥിതി കണ്ടില്ലെന്ന് നടിക്കരുത്. അഭിഭാഷകരുടെ ദുർവാശി ഭൂഷണമല്ലെന്നും VS നിയമസഭയിൽ പറഞ്ഞു. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു.